കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് ഇന്നത്തോടെ എന്താ പറയുക, ഒന്നാം അധ്യായം കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അധികം പറയാനില്ല. അർജുനൻ്റെ സങ്കടം പറയലാണല്ലോ. അതായത് തനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, അതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ നോക്കുകയാണല്ലോ അല്ലേ ചെയ്യണത്. എനിക്ക് ഭയങ്കര അലർജി ആയതുകൊണ്ട് ശബ്ദം എങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് അറിയില്ല കേട്ടോ. പറ്റണ പോലെ പറയണു, ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ 40ാമത്തെ ശ്ലോകമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് വായിക്കാം. എന്താണ്? കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃതസ്നധർമ്മോഭിഭവത്യുത. പിന്നെയും ഇപ്പോൾ കഴിഞ്ഞാലൊക്കെ ഇതാണല്ലോ പറഞ്ഞല്ലോ. എന്താണ്, അവർക്ക് ഈ വരുംവരായകളെ പറ്റിയിട്ട് ചിന്തിക്കാൻ കൗരവന്മാർക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ യുദ്ധത്തിന് പുറപ്പെട്ടത്. നമ്മളങ്ങനെയല്ലല്ലോ. നമുക്ക് യുദ്ധത്തിൻ്റെ ചീത്ത വശങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള അൺറീസണബിളാണ് ഇങ്ങനെ ചെയ്യണത് എന്നുള്ള കോൺസിക്വൻസസൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കല്ലേ വേണ്ടത്. അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവർ യുദ്ധത്തിന് വരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതല്ലേ കഴിഞ്ഞ ശ്ലോകത്തിലേ. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, ഹി ഹാസ് ഹിസ് ഓൺ റീസൺസ് ചെയ്യാതിരിക്കാൻ യുദ്ധം. കൃഷ്ണനൊന്നും അറിയാത്ത പോലെ താൻ ഒരു പണ്ഡിതനാണെന്നുള്ള നിലയ്ക്കാണ് കേട്ടോ പറയണത്. പിന്നെ അതൊക്കെ ഈ അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ്, ബന്ധുക്കളെ എൻ്റെ എന്നുള്ള വിചാരം കൊണ്ടേ. എനിവേ, കുലക്ഷയേ പറഞ്ഞാൽ കുലം ക്ഷയിച്ചാൽ, അതായത് ഫാമിലിനെ നശിച്ചാൽ, സനാതന കുലധർമ്മ പ്രണശ്യന്തി. കുലം നശിച്ചാൽ എത്രയോ കാലങ്ങളായിട്ട് ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്ത് പോന്നേർന്ന എല്ലാ വാല്യൂസും അല്ലെങ്കിൽ എല്ലാ ട്രഡീഷൻസും ഇല്ലാണ്ടേവുമല്ലോ. പഴയ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടേവും. ധർമ്മേ നഷ്ടേ, അങ്ങനെ കുലത്തിൻ്റെ ധർമ്മം ഇല്ലാതെ ആയാൽ. കൃതസ്നം കുലം ഉത കൃത്സം കുലം ഉത അധർമ്മ അഭിഭവന്തി. അതായത് ഈ ഹോൾ കുടുംബം, വംശം മുഴുവൻ അധർമ്മത്തിൻ്റെ പിടിയിലാവും, അണ്ടർ ദ ക്ലച്ചസ് ഓഫ് അധർമ്മാവും. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അധർമ്മികളായി തീരും പറയാണ്. അതായത് നമ്മളിങ്ങനെ യുദ്ധം ചെയ്ത് നമ്മുടെ കുലത്തിൻ്റെ എന്താ പറയുക, സംസ്കാരം നമ്മൾ ഫോളോ ചെയ്യാതെ ആ ഓൾഡ് ട്രഡീഷൻസ് എല്ലാം നശിക്കും. അങ്ങനെ ആയാൽ പിന്നെ വരണ തലമുറയിലൊന്നും ഒരു ധർമ്മം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ കുലം എന്ന് പറയുന്നത് അർജുനൻ കുരുവംശത്തിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ധർമ്മം ക്ഷയിച്ചാൽ എല്ലാം ക്ഷയിക്കും. അങ്ങനെ കുറേ അറിവൊക്കെ ഉണ്ട് എന്താണ് അർജുനനെ. നമുക്ക് പറയണത് ശരിയാ തോന്നും അല്ലേ. പക്ഷേ കൃഷ്ണനോടാണ് പറയണത് ഒന്ന്. രണ്ടാമത്, സ്വധർമ്മം ചെയ്യാതെ ഇരുന്നാലും ചിലപ്പോൾ നന്നല്ല എന്നുള്ളത് ഈ സമയത്ത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ന്യായീകരിക്കുകയാണ്. തൻ്റെ യുദ്ധം ചെയ്യില്ല എന്നുള്ള നിശ്ചയം ശരിയാണെന്ന് ജസ്റ്റിഫൈയിങ് ഹിസ് ഹെസിറ്റേഷൻ ടു ഫൈറ്റ് ആണ് കേട്ടോ. അതിൽ അത്രേ ഉള്ളൂ, നമുക്കധികം പറയാനില്ല. ഇനി നമുക്ക് 40 വായിച്ച് 41 പോവാം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണധർമ്മോഭിഭവത്യുത. അധർമ്മം എല്ലാ ദിക്കിലും അധർമ്മികളും അധർമ്മം ചെയ്യാൻ തുടങ്ങും ആൾക്കാർ. അപ്പോൾ അത് വളരെ വിഷമല്ലേ എന്ന് പറയാണ്. ആ വംശം തന്നെ നശിക്കും. നമ്മൾ പറയും ആ ഫാമിലി തന്നെ, ആ ഫാമിലി ട്രഡീഷനൊക്കെ കംപ്ലീറ്റ്ലി ലെഗസി തന്നെ പോവും എന്ന് പറയാണ്. ശ്ലോകം 41. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ
ജായതേ വർണ്ണസങ്കര. ഹേ കൃഷ്ണ, അധർമാഭിഭവാത് കുലസ്ത്രീയ പ്രദുഷ്യന്തി. അങ്ങനെ അധർമ്മം അധികമായാൽ ഈ നമ്മളെ കുടുംബത്തിലത്തെ സ്ത്രീകളൊക്കെ അവരുടെ വാല്യൂസൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ ചിലപ്പോൾ അധർമ്മം ചെയ്തു എന്ന് വരാം. ഇമ്മോറൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ വിചാരിക്കണം. ഇമ്മോറലായി തീരാം. വാർഷ്ണേയ, ഹേ ഋഷിവംശത്തിൽ ജനിച്ചവനെ. ആദ്യം കൃഷ്ണ എന്നാണ് വിളിച്ചത്, രണ്ടാമത് വാർഷ്ണേയ ചാൽ വൃഷ്ണിവംശത്തിൽ ജനിച്ചവനെ. സ്ത്രീഷു ദുഷ്ടാസു, ഈ സ്ത്രീകൾ തെറ്റ് ചെയ്തടങ്ങിയാലേ, ദുഷ്ടന്മാരായാൽ അല്ലെങ്കിൽ അൺസ്ക്രൂപ്പുലസ് ഒക്കെ ആയാലേ, സ്ത്രീകൾ സത്യവും ധർമ്മവും വിട്ട് നടന്നു തുടങ്ങിയാൽ വർണ്ണസങ്കരം ജായതേ. അപ്പോൾ ഈ പലതരത്തിലുള്ള ആൾക്കാരെ വിവാഹം കഴിക്കുക, അതിൽ കുട്ടികളുണ്ടാവുക, അങ്ങനെയുള്ള ഇൻ്റർമിംഗ്ലിങ് ഓഫ് വർണ്ണം അന്നപ്പോൾ പറയണത് കാസ്റ്റ് പോലെ ആണ്. കാസ്റ്റ് എന്ന് പ്രയോഗിക്കുമെന്ന് വെച്ചില്ല, എന്തായാലും തനിക്ക് ചേരാത്ത തന്നെ പോലെയുള്ളവരെ അല്ലാതെയൊക്കെ പോയി വിവാഹം കഴിക്കും. അതാണ് ഇൻ്റർമിംഗ്ലിങ് ഓഫ് ഈ വർണ്ണം. അതായത് പല ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ സ്വന്തം ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ലാത്തവരെ പോയി കല്യാണം കഴിക്കും. അപ്പോൾ എന്താവുക, അപ്പോൾ സ്ത്രീകൾ ദുഷ്ടരായാലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിലെന്താ പറയണ വെച്ചാൽ, കൃഷ്ണ അങ്ങനെ പിന്നെ കുലം അധർമ്മത്തിലേക്ക് അങ്ങോട്ട് വഴുതി വീണാൽ സ്ത്രീകളുടെ മൊറാലിറ്റി നഷ്ടപ്പെടാം, അവരുടെ വാല്യൂസ് നഷ്ടപ്പെടാം. അപ്പം അവർ ഒരു ഭാവിയെ പറ്റി ഒന്നും ആലോചിക്കാതെ അവർക്ക് ചേരാത്ത, അവർ അൺസ്ക്രൂപ്ലസ് ആൻഡ് പിന്നെ ഇതൊക്കെ ഇമ്മോറലൊക്കെ ആയാൽ അവർ ചേരാത്ത തരത്തിലുള്ള ഇൻ്റർമിംഗ്ലിങ് ഓഫ് കാസ്റ്റ് ആൻഡ് ഇതൊക്കെ വരാം. അതൊക്കെ ഇതുകൊണ്ട് വരാം. നമ്മുടെ കുലത്തിൻ്റെ സംസ്കാരം നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്ന് പറയാണ്. അതൊന്നും പറയാൻ ചേട്ടു. വേറെ പിന്നെ അർജുനൻ്റെ വാദം ആണ്. ഹീസ് ജസ്റ്റ് ട്രൈയിങ് ടു പിന്നെ ടെൽ കൃഷ്ണ ആൻഡ് ജസ്റ്റിഫൈങ് ഹിസ് ഡിസിഷൻ. ഇതൊക്കെ ധർമ്മത്തിനെ പറ്റി തന്നെ പറഞ്ഞ കുറേ അറിവൊക്കെ ഉണ്ട്. അതൊക്കെ അസ്ഥാനത്താണ് ഉപയോഗിക്കുന്നത് ഈ അറിവേ. കാരണം ഇപ്പം അതൊന്നും ശരിക്കും പറയാച്ചാൽ അത് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ കൃഷ്ണനോട് ഇങ്ങനെ പറയുക. അപ്പം കൃഷ്ണൻ തീർച്ചയായും പറയട്ടെ, പറഞ്ഞ് മുഴുവനെ കഴിയട്ടെ. കാരണം ലെറ്റ് ഹിം വെൻറ്റ് ഔട്ട് വിചാരിക്കുകയും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ 41 വായിച്ച് 42 പോവാം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. നമ്മൾ കാണുമല്ലോ ജീവിതത്തിൽ, നമ്മളും ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. ചിലർ തെറ്റാണ് പറഞ്ഞത് വെച്ചാൽ അതിന് ശരിയാന്ന് അങ്ങോട്ട് സമർത്ഥിക്കും അല്ലേ, ഭയങ്കരമായിട്ട്. അതുപോലെ ആണപ്പോൾ പിന്നെ ഹീ ഈസ് നോട്ട് ഏബിൾ ടു തിങ്ക് ക്ലിയർലി അർജുനെ. കാരണം അത്ര ആജിറ്റേറ്റഡാണ് മനസ്സ്, അത്ര പ്രക്ഷുബ്ധമായിരുന്നു. അതാണ്. ഇനി 42. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഹ. പിന്നെയും പറയുന്നതാണ് കേട്ടോ, കൃഷ്ണനോടെ പറയണ. കൃഷ്ണൻ ഇതൊക്കെ അറിയാലോ, എല്ലാം അറിയണമല്ലേ. എന്നാലും അപ്പോൾ ഒന്നും അങ്ങനെയുള്ളൊരു വിചാരമില്ല, ഒപ്പമുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ്. സങ്കരം ഇങ്ങനെ ഇൻ്റർമിംഗ്ലിങ്, അതായത് മിശ്രിതം. ഇങ്ങനെ പിന്നെ പല ആൾക്കാരൊക്കെ പിന്നെ ഒരേപോലെയുള്ളവരെ അല്ലാതൊക്കെ സ്ത്രീകൾ വിവാഹം കഴിച്ചാൽ അങ്ങനെ സങ്കരം എന്ന് പറയും. ഇൻ്റർമിംഗ്ലിങ് ഉണ്ടായാൽ കുലഘ്നാനാം കുലസ്യ ച നരകായ ഏവ. ഇങ്ങനെ ഈ വംശത്തിനൊരു കഷ്ടം, ഒരു പിന്നെ ഇങ്ങനെയുള്ള ഒരു പിന്നെ അവസ്ഥ ആരാണ് സ്വന്തം കുടുംബത്തിന് അല്ലെങ്കിൽ കുലത്തിന് ഉണ്ടാക്കിയത്? അത് കാരണം പിന്നത്തെ തലമുറയൊക്കെ അങ്ങനെയാവുമല്ലോ. അങ്ങനെ വന്നാൽ എന്തായി? എല്ലാവർക്കും അതിൻ്റെ ദുഃഖം അനുഭവിക്കണം. ആ കുലത്തിൽ ജനിച്ചവർക്കും ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളടക്കം ഇതിൻ്റെ ഈ അധർമ്മത്തിൽ കൂടെ പോയതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഏഷാം പിതരഹ. മാത്രമല്ല എല്ലാറ്റിലും വിശ്വാസം പോയി, ട്രഡീഷൻസൊക്കെ പോവുമല്ലോ. അപ്പോൾ ബിക്കോസ് ഏഷാം പിതരഹ, അപ്പോൾ ആരാണ് ഇങ്ങനെയുള്ള ഈ കുലക്ഷയത്തിന് കാരണമായത്? അവരുടെ ലുപ്തപിണ്ഡോദക ക്രിയാഹ പതന്തി.
അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒന്നും ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഫൈനൽ റൈറ്റ്സ് ഒന്നും അവർ ചെയ്യാണ്ടേ പോവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശ്രാദ്ധ കൂട്ടാന്നൊക്കെ പറയുമല്ലോ ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിതൃക്കൾക്കൊന്നും ഒരു ഗതി ഇല്ലാണ്ടേ പോവും. കാരണം ഇത് ചെയ്ത ആളെ ശരിക്കും പറയാച്ചാൽ അങ്ങനെയാണപ്പോൾ അർജുനൻ്റെത്. ഞാനിപ്പോൾ ഇത് ചെയ്താൽ കുലം ക്ഷയിക്കും, അപ്പോൾ ഇനി വരും ഉള്ള തലമുറകളെ എൻ്റെ മക്കൾ അവരുടെ മക്കളൊക്കെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആ ട്രഡീഷൻസ് ഒന്നും ചെയ്യില്ല. അപ്പം പിതൃക്കൾക്ക് ഗതി ഉണ്ടാവില്ല. അതൊക്കെയാണ് പറയണത്. ലുപ്തപിണ്ഡോദക ക്രിയ അവരൊന്നും പിതൃക്കൾക്കുള്ള ഇതൊക്കെ ഇപ്പൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ, തലമുറകളായിട്ടൊന്നും ആ പഴയ സംസ്കാരവും നമ്മൾ എത്രയോ കാലമായിട്ട് കൊണ്ട് നടന്നിരുന്ന ആ ട്രഡീഷൻസൊക്കെ ഇല്ലാണ്ടേ. അതന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. പക്ഷേ അത് ഇപ്പോൾ ശ്രീകൃഷ്ണനോട് പറയുകയാണ് അതൊക്കെ ഇല്ലാണ്ടേ ആകുമ്പോൾ പിതൃക്കൾക്കും ഇല്ല സ്വൈരം, പിതൃലോകത്തിൽ അവർക്കും ഗതി കിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയാണ്. അപ്പോൾ ആ ചെയ്യണത് പാപമാണ്. ഇത് ഈ വർണ്ണസങ്കരത്തിന് ഇടയാക്കിയ ആൾ അർജുനാണ് ചെയ്യണമെന്ന് വെച്ചാൽ അർജുൻ പാപിയാണല്ലോ അപ്പോൾ എന്നാണ് പറയുന്നത്. കാരണം ഹോൾ കുടുംബത്തിനും ഇനി വരാൻ പോണ അവർക്കൊക്കെ അത് നല്ലതല്ലല്ലോ എന്ന്. സങ്കരോ നരകായൈവ കുലഘ്നാനം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷം ലുപ്തപിണ്ഡോദകക്രിയാ. ഇനി 43 ദോഷൈരേതൈ കുലഘ്നാനം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാ. വർണ്ണസങ്കരകാരകൈ കുലഘ്നാനം ഏതൈ ദോഷൈ. അതായത് ഈ കുലദ്രോഹിയായിട്ട് ജനിച്ച ആൾ, അതായത് ഈ കുലത്തിൻ്റെ ഈ എല്ലാ ട്രഡീഷൻസും നഷ്ടപ്പെടുത്തിയ ആളുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ ചെയ്ത അവരുടെ ആക്ഷൻസൊക്കെ പറഞ്ഞില്ലേ. പിന്നെ ഈ വർണ്ണസങ്കരം, ഇൻ്റർമിംഗ്ലിങ് ഓഫ് കാസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല. ഇതിനൊക്കെ റെസ്പോൺസിബിളായിട്ടുള്ള ഉത്തരവാദിയായിട്ടുള്ള ആളെ ശാശ്വത ജാതിധർമ്മ കുലധർമ്മ ച ഉത്സാദ്യതേ. അയാൾ കാരണം എന്തായി ആ ആളിങ്ങനെ അരുതാത്ത അധർമ്മം പോലെ ചെയ്ത കാരണം എന്തായി, ഈ ജാതിധർമ്മവും കുലധർമ്മവും നമ്മുടെ ഫാമിലിയുടെയും ആ ഫാമിലി ഏത് ജാതിയിലോ അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയിലോ ആണ് പെടുന്ന അവരുടെ ട്രഡീഷൻസും എല്ലാം ഇല്ലാണ്ടേ പോവും. അപ്പം നമ്മൾ പറയുമല്ലോ, ഞാൻ വിചാരിക്കുകയായിരുന്നു ഇത് ചെയ്യുന്ന സമയത്തെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഭഗവതി തൊഴുമ്പോൾ കാളി കാളി മഹാകാളി എന്നുള്ള ആ ഒരു ചെറിയ പ്രാർത്ഥനയിൽ തന്നെ ഇത് വരുന്നുണ്ട്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ പറയുന്നുണ്ട്. അത്ര പ്രധാനമാണ് കുലധർമ്മം. അതായത് നമ്മുടെ കുലത്തിൽ എങ്ങനെയാണ് ആൾക്കാരെല്ലാം എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്, വാല്യൂസ് ഉള്ളത്, അത് നമ്മളും ഫോളോ ചെയ്യണം എന്നാണ്. എന്നാലേ കുലധർമ്മത്തിനെ നമ്മൾ രക്ഷിക്കണം, അതോടെ കുലത്തിനെ തന്നെ രക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു കാളി കാളി മഹാകാളി എന്നൊക്കെ കുട്ടിക്കാലത്ത് ചെല്ലുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല ഒരിക്കലും. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാന്ന്. എനിക്ക് എൻ്റെ കുലത്തിനെയും എൻ്റെ കുലധർമ്മത്തിനെയും എന്നെ തന്നെയും എവിടെയായാലും എനിക്ക് എന്നെ കുലത്തോടും കുലധർമ്മത്തോടും കൂടി എന്നെ കാത്തു രക്ഷിക്കണേ ഭഗവതി എന്ന് പറയുകയാണല്ലോ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസാണ്. അതുകൊണ്ടാണ് അപ്പോൾ അർജുനൻ ഇത് പറയണത് ശരിയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് യുദ്ധത്തിന് റെഡിയായിട്ട് പുറപ്പെട്ടതിന് ശേഷം സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാതെ ഇത് പറഞ്ഞ് അത് ശരിയല്ല, അസ്ഥാനത്തായി എന്നേ ഉള്ളൂ. ശരിക്കും പറയണതൊക്കെ ശരിയാണ് അല്ലേ. അപ്പോൾ അതാണല്ലോ ഭഗവാൻ പിന്നെ പറയുമല്ലോ, എന്താണ് പരമധർമ്മം എന്ന് അറിയണ വരെ. എന്താ പരമധർമ്മം വെച്ചാൽ നമ്മൾ ജ്ഞാനിയായിട്ട് നമ്മൾ ആത്മാവാണെന്ന് അറിഞ്ഞ് നമ്മളിൽ തന്നെ ആത്മാനുഭവത്തോടു കൂടി ഇരിക്കുന്നത് വരെയും എന്ത് വേണം, നമ്മുടെ ധർമ്മമൊക്കെ എത്രയോ തലമുറകളായിട്ട് ട്രഡീഷണലായിട്ട് നമ്മളെ പഠിപ്പിച്ച ധർമ്മമൊക്കെ നമ്മൾ അനുഷ്ഠിച്ച് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യണം എന്ന് ഭഗവാൻ പറയേണ്ട ഇനി വരും അതൊക്കെ. അപ്പോൾ
അർജുനൻ പറയണതൊക്കെ നമുക്ക് വളരെ ശരിയെന്ന് തോന്നും ചെയ്യും ഇല്ലേ? പക്ഷെ കുറച്ച് അസ്ഥാനത്തായി. അതെന്താ കാരണമുണ്ട്. എല്ലാം റെഡിയായി വന്നതാണ്. ഇപ്പം വെറും അവനവൻ്റെ ആൾക്കാരെ കൊല്ലുക എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനു മുമ്പ് കുറേ കൊന്നിട്ടുണ്ട്, അപ്പോൾ അന്നൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അത് അസ്ഥാനത്തുള്ളൊരു ദയയും അസ്ഥാനത്തുള്ളൊരു ധർമ്മബോധവും ആയിപ്പോയി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറയണതൊക്കെ വളരെ ശരിയാണ് തോന്നുന്നു നമുക്ക് അല്ലേ? ദോഷൈരേതൈ കുലഘ്നാനം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമ്മശ്ച ശാശ്വതാ. 44 ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ശുശ്രുമ. ജനാർദ്ദന, ഹേ ഭഗവാനെ, ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം, ഹേ ജനാർദ്ദന കൃഷ്ണ, ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ചന്ദന. ഈ മനുഷ്യന്മാരാര്? അവരുടെ ഫാമിലി കുലധർമ്മം നശിച്ച, അല്ലെങ്കിൽ ഫാമിലി ട്രഡീഷൻസ് ഓഫ് ധർമ്മ നശിച്ചവർ മനുഷ്യന്മാർ നരകേ നിയതം വാസഃ, അവർക്ക് നരകം തന്നെയാണ് ഫലം. ഇതി അനുശുശ്രുമ, നമ്മൾ കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടല്ലോ എന്ന് പറയണം കൃഷ്ണനോട്. എന്താ കൃഷ്ണനോട് പറയണേ? ഒരു പണ്ഡിതനെ പോലെ പറയുകയാണപ്പോൾ, വലിയൊരു സ്കോളറെ പോലെ പറയുക. എന്താണ് പറയണേ? നമ്മൾ ധർമ്മത്തിനെ പറ്റി കേട്ടതൊക്കെ ഇതല്ലേ കൃഷ്ണ? അതിനെ നശിപ്പിച്ചാൽ നരകമാണ് ഫലം. ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ. എന്നിട്ട് പിന്നെ എന്താ എന്നോട് ഇപ്പോൾ ഇങ്ങനെ യുദ്ധത്തിൽ അനവധി ആളെ കൊല്ലാൻ പറയണ സ്വന്തം ആൾക്കാരെ? അതാണ്. എന്താ അറിയോ, ശരിക്കും പറയാച്ചാൽ അർജുനൻ്റെ ആ നല്ല ദയയും എല്ലാവരോടുള്ള ആ കമ്പാഷനും ഒക്കെയാണ്. പക്ഷേ അത് ശരിക്കുള്ളൊരു ദയോ പിന്നെ ഒരു ഇതല്ലാതെ, അത് ഈ എൻ്റെ ആൾക്കാരെ കൊല്ലുക എന്നുള്ള, അതുകൊണ്ടാണ് അറ്റാച്ച്മെൻ്റ് കൊണ്ട് ഉള്ളത് വരണതാണ്. അതായത് അവനവൻ്റെ പേഴ്സണൽ പ്ലെയിനിൽ എന്ന് പറയുമല്ലോ നമ്മളെ, അവനവൻ്റെ ഭാഗം മാത്രം ആലോചിച്ചിട്ടാണത് പറയണതേ. അവനോ ആ ഒരു സ്വന്തം കുടുംബം എന്നുള്ള അറ്റാച്ച്മെൻറ്റ് മാത്രമേ അപ്പം മനസ്സിലുള്ളൂ. വേറൊന്നും ആലോചിക്കാൻ സമ്മതിക്കണില്ല അർജുനൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് ഇത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടോ. നമ്മൾ പറയുമല്ലോ, കണ്ണില്ലാത്ത സ്നേഹം, കണ്ണ് കാണാത്തത്ര സ്നേഹിക്കുക. അതായത് ചിലരുണ്ടെങ്കിലേ മക്കളൊക്കെ വെച്ചാൽ ഒരു തെറ്റും കാണില്ല. അതായത് സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ലാണ്ടേ അങ്ങനെ ധർമ്മമൊക്കെ അങ്ങനെയുള്ളൊരിതിൽ വന്നു. അതാണ് ശരിക്കും പറയാച്ചാൽ അതന്നെയാണ് മായകൊണ്ട്. ശരിക്കും ഇത് മായാമോഹിതനായിരിക്കുകയാണ് ഇവിടെ അർജുനനെ. അപ്പോൾ ആ സ്വന്തം ഡ്യൂട്ടി പോലും മറക്കണു. അതാണ് നമുക്ക് എല്ലാവർക്കും, അതാണല്ലോ മായയുടെ ഒരു വിശേഷം. ഡെല്യൂഡഡ് ബൈ മായയാണ്. അതാണ് ഇപ്പം ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ. നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്താ എന്നോട് പറയണമെന്നാണ്. 45 അഹോബത മഹത് പാപം കർത്തും വ്യവസിയ സ്വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ. അതാണ് 45 അല്ലേ? അതെ. അതെ. അഹോ ബത മഹത് പാപം കർത്തും വ്യവസിത വയം യദ് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യത്തെ. അഹോ ബത, അയ്യോ കഷ്ടം, മഹാപാപം കർത്തും. നമ്മളിപ്പോൾ വലിയൊരു പാപം ചെയ്യാനാണ് കൃഷ്ണ ഒരുങ്ങിയത്. സ്വജനം ഹന്തും, ഇങ്ങനെ സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് വയം യദ് രാജ്യസുഖലോഭേന രാജ്യസുഖലോഭേന, രാജ്യം വേണമെന്നുള്ള ആർത്തി അല്ലെങ്കിൽ ഗ്രീഡ്, രാജ്യം മുഴുവനെ വേണമെന്നുള്ള ആർത്തി കൊണ്ട് നമ്മൾ സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് ഫോർ അവർ ഓൺ പ്ലഷർ അല്ലേ, നമ്മളുടെ തന്നെ സുഖത്തിനായിട്ട് നമ്മൾ വലിയൊരു പാപകർമ്മമാണ് കൃഷ്ണ ചെയ്യാൻ റെഡിയായിരിക്കണമെന്ന്. അതാണ് വയം യദ് രാജ്യസുഖലോഭേന, രാജ്യസുഖം വേണമെന്നുള്ള ഗ്രീഡ് കൊണ്ട് നമ്മളിപ്പോൾ എന്തിനാ പുറപ്പെട്ടുന്നത്? ആ രാജ്യം എൻ്റെ സ്വന്തമാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ കൃഷ്ണ ഒരു വലിയ പാപം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലോ. അതെനിക്ക് ശരിയാന്ന് തോന്നുന്നില്ല. അവനവൻ്റെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് അതിനെ
ന്യായീകരിച്ച് കംപ്ലീറ്റ് അത് മാത്രം ആലോചിച്ചിരിക്കുകയാണ് ആര് ഇപ്പോൾ അർജുനൻ. വെച്ചാൽ അതായത് ആ വിവേകം നഷ്ടപ്പെട്ടു. അതാണ് അറ്റാച്ച്മെൻ്റ് കൊണ്ട് അത്രയ്ക്ക് വിവേകം അങ്ങോട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ പറ്റൂലോ, അതാണ് പറയണത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത് വായിച്ച് നെക്സ്റ്റിലേക്ക് പോവാം. അഹോബദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജന മുദ്യതാഹ. 46. യതി മാമപ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. തന്മേ ക്ഷേമതരം ഭവേത്. എനിക്ക് തോന്നുന്നുണ്ട് കൃഷ്ണ, എനിക്ക് ഒരു കാര്യമാണ് ഭേദം എന്ന് തോന്നുന്നു, ബെറ്റർന്ന്. ഞാൻ ഒരു കാര്യം ആണ് എനിക്ക് കുറച്ചും കൂടിയും അഭികാമ്യമായിട്ട് തോന്നണത്. അതായത് എനിക്ക് ബെറ്റർ ഫോർ മീ എന്ന് തോന്നണത് എന്താ? ഇഫ് എന്ത് ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാഹ, ഇങ്ങനെ ആയുധം ഏന്തി വന്നിട്ടുള്ള ഈ ധൃതരാഷ്ട്രപുത്രന്മാർ, ദുര്യോധനാദികൾ, അശസ്ത്രം അപ്രതീകാരം മാം രണേ ഹന്യുയതി, ഈ ധാരാളം അസ്ത്രങ്ങളൊക്കെ കൊണ്ട് യുദ്ധം ചെയ്യാൻ റെഡിയായി വന്നിട്ടുള്ള ഈ കൗരവന്മാർ എന്നെ കൊന്നു വെച്ചോട്ടെ, ഞാൻ ഒരു ആയുധവും ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകില്ല, തീർച്ചയായും യുദ്ധം ചെയ്യണില്ല, ഒരായുധവും ഞാൻ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരായുധങ്ങളും ഒരു വെപ്പണും കയ്യിലില്ലാത്ത എന്നെ ധാരാളം വളരെ ശക്തിയേറിയ ആയുധങ്ങളും കയ്യിൽ പിടിച്ച വെപ്പൺസൊക്കെ പിടിച്ച് വരണ കൗരവന്മാർ എന്നെ കൊന്നോട്ടെ. അതാണ് അതാണ് എനിക്ക് ഭേദം എന്നാണ് തോന്നുന്നത്. എനിക്കിപ്പോൾ അവരോട് യുദ്ധം ചെയ്യണമെന്നോ ആ രാജ്യം വേണമെന്നോ എനിക്ക് തോന്നുന്നില്ല കൃഷ്ണ. എനിക്ക് തോന്നണത് ഇപ്പോൾ ഏറ്റവും ഭേദം അവർ ആയുധമൊന്നും കയ്യിൽ പിടിക്കാതെ യുദ്ധം ചെയ്യന്നെ വേണ്ടെന്ന് തീർച്ചയാക്കിയിട്ടുള്ള എന്നെ വന്ന് കൊന്നോട്ടെ അവരെന്ന്. ഐ വുഡ് റാദർ ഡൈ എന്ന് അതാ പറയണത്. അത്ര സത്യം പറഞ്ഞു വെച്ചാൽ ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അവരോടുള്ള സ്നേഹം അർജുനനെ ഒരു ഭീരുവാക്കി തീർത്തിരിക്കണം. അതായത് ഞാനിങ്ങനെ യുദ്ധം ചെയ്യാൻ പോയ ഒരു സോൾജിയർ അങ്ങനെ പറഞ്ഞാൽ എന്താ കഥ? അവരെന്നെ എന്താച്ച ചെയ്തോട്ടെ, കൊന്നോട്ടെ, വിരോധമില്ല. എന്നാലും എനിക്ക് ധർമ്മം രക്ഷിക്കാൻ പറ്റൂലോ, എനിക്ക് കുലക്ഷയം വരാതെ നോക്കാലോ, എന്നെ അവർ കൊന്നോട്ടെ. അതാണ് ഭേദം എന്നാണ് തോന്നണ കൃഷ്ണ എന്നാണ് പറയുന്നത്. ഇതെന്താ വെച്ചാൽ ആസ്ഥാനത്തുള്ള ദയയും ആസ്ഥാനത്തുള്ള സ്നേഹവും ആണെന്ന് അവനവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് യതി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. അതാണ് ഒന്നിനോടും അധികം അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്നുള്ളത്. രാഗം ചെന്ന അതാണ് എന്തൊന്നില്ലാത്ത രാഗം. 47 കേട്ടോ. ഏവമുക്താർജുന സംഖ്യേ ഇനി സഞ്ജയ വാചയാണ് കേട്ടോ. ഇനി സഞ്ജയം പറയാണ്. അതായത് ഈ അർജുനൻ ഈ സമയം മുഴുവൻ കൃഷ്ണൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അർജുനനെ പറയാനുള്ളതൊക്കെ പറയട്ടെ, അയാളുടെ വിഷമം മുഴുവനെ തീരട്ടെ. ഇനി കൃഷ്ണനൊന്നും അറിയില്ല എന്നുള്ള നിലയ്ക്കാണ് ധർമ്മത്തിനെ പറ്റി എന്തൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു കൃഷ്ണനോട്. മിണ്ടാതിരുന്നു കൃഷ്ണൻ. കഴിഞ്ഞു അർജുനൻ്റെ വാക്കുകളിപ്പോൾ. തൽക്കാലം അർജുനൻ ഇനി ഒന്നും പറയാതെ വയ്യാതെ, കൃഷ്ണ എന്നെ അവർ കൊല്ലാച്ചാൽ കൊന്നോട്ടെ, ഐ ആം നോട്ട് ഫൈറ്റിംഗ് ബാക്ക്. അതാണ് ഭേദം എന്നാണ് ഇപ്പം എനിക്ക് തോന്നണത്. എന്താ ഈ പാപം ചെയ്യണേക്കാളും കുലത്തിനെ നശിപ്പിക്കണേക്കാളും പിന്നെ ഇപ്പം പറഞ്ഞില്ലേ ഇതുവരെ, അതൊക്കെ സംഭവിക്കണേക്കാളും ഭേദം എന്നെ അവർ കൊന്നോട്ടെ, ഞാൻ ഒരായുധം എടുക്കാൻ പോകണില്ല പറഞ്ഞ് അവിടെ ഇരുന്നു. അതാണ് ഉണ്ടായത് അല്ലേ. ഇനിയിപ്പോൾ സഞ്ജയം പറയാണ്. സഞ്ജയം എന്തൊക്കെ കാണുന്നുണ്ടല്ലോ, ആരോട് പറയാണ്? ധൃതരാഷ്ട്രോട് പറയാണ്. ഇതൊക്കെ പറഞ്ഞു അർജുനൻ എന്ന് പറഞ്ഞു. ഇനി സഞ്ജയം പറയാണ്. ഏവമുക്താർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശദ് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. അപ്പോഴോ ഇനി സഞ്ജയം പറഞ്ഞു, ഇങ്ങനെ അർജുനൻ യഥോപസ്ഥ
അതെ. ഏവം ഉക്ത അർജുന, ഇങ്ങനെ ഇത്ര നേരം അർജുനൻ പറഞ്ഞു. ഇപ്പം പറഞ്ഞതെല്ലാം പറഞ്ഞതിനു ശേഷം സംഖ്യയെ ആ യുദ്ധക്കളത്തിൻ്റെ നടുക്കാണല്ലോ, രണ്ട് പിന്നെ സൈന്യത്തിൻ്റെ നടുക്ക് ഇപ്പോൾ രഥം കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ കൃഷ്ണൻ. അങ്ങനെ ആ രണ്ട് സൈന്യത്തിൻ്റെ നടുക്ക് സംഖ്യയെ എന്ന് പറഞ്ഞാൽ ആ സൈന്യത്തിന് നടുക്കായിട്ട്, അതായത് യുദ്ധഭൂമിയിലെ നടുക്ക് വിസൃജ്യ സശരം ചാപം, തൻ്റെ ആ കയ്യിലുള്ള എല്ലാ അമ്പും വില്ലും അവിടെ വെച്ചു, അബാൻഡൻ ചെയ്തു. വിസൃജ്യ എന്താ, അതവിടെ ഇട്ടു. കയ്യിൽ നിന്ന് അമ്പും വില്ലും പശുപതാസ്ത്രം അടക്കം ഗാന്ധീവോ എന്തൊക്കെയാണുള്ളത് വെച്ചാൽ അതൊക്കെ അവിടെ ഇങ്ങോട്ട് വെച്ചു. വിസൃജ്യ സചരം ചാപം, അതായത് അമ്പും വില്ലും ഒക്കെ അവിടെ വെച്ചു. എല്ലാം വിശേഷപ്പെട്ട അമ്പും വില്ലൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചു. എന്നിട്ടോ ശോകസംവിഗ്നമാനസഃ, കണക്കില്ലാത്ത ദുഃഖത്തോടു കൂടി, അത്ര ദുഃഖമുണ്ട്, ഓവർവെൽമിങ് ഗ്രീഫ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത്ര ശോകത്തോടു കൂടിയിട്ട് സഹ രഥോപസ്ഥ ഉപാവിശത്, വേഗം ആ രഥത്തിലങ്ങോട്ട് ഇരുന്നു വീണു എന്ന് പറയാം. ഉപാവിശത് തളർന്നങ്ങോട്ട് ഇരുന്നു. ഇതും പറഞ്ഞിട്ട് അപ്പം സഞ്ജയൻ പറയുകയാണ്, ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇത് മുഴുവനെ പറഞ്ഞ് എനിക്ക് ഇനി യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ശരിക്കും തളർന്ന മനസ്സോടു കൂടിയിട്ട് അർജുനൻ ആ രഥത്തിലെ നടുക്ക് നിർത്തിയിട്ടുണ്ടല്ലോ, ആ രഥത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എല്ലാ ആയുധങ്ങളും താഴ്ത്ത് വെച്ച് അങ്ങോട്ട് ഇരുന്നു എന്ന്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ടൂ മച്ച് ആയിട്ടൊന്നും പാടില്ല. ടൂ മച്ച് അറ്റാച്ച്മെൻ്റ് ഒക്കെ നമുക്ക് അവനവൻ്റെ പിന്നെ ഡ്യൂട്ടി മറക്കാനും സ്വധർമ്മം മറക്കാനും ഒന്നും മുമ്പോട്ട് ജീവിതത്തിനെ കൊണ്ടുപോകാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലാവും നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ കാര്യങ്ങൾ നടന്നാലേ. അപ്പോൾ നമ്മൾ പിന്നെ സ്നേഹം കൊണ്ടാണെങ്കിലും ഒന്നും കണ്ണ് കാണാത്തൊരവസ്ഥയിൽ എത്താൻ പാടില്ല എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ ഈ അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് ഇവിടെ അർജുനന് ഇത് വന്നത്. അതുകൊണ്ട് അതൊക്കെ നമ്മളോട് പറയലാണല്ലോ, എല്ലാറ്റിനും ഒരു മിതമായിട്ടേ പാടുള്ളൂ. ഇത് ഓവർവെൽമിങ് ആയി എന്താ അറ്റാച്ച്മെൻറ്റ്, അപ്പോൾ ഓവർവെൽമിങ് ഗ്രീഫ് പോയി അല്ലേ. മാത്രമല്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ വിവേകം നഷ്ടപ്പെടും, ഏത് ശരി ഏത് തെറ്റെന്ന്. അതാണിപ്പോൾ അർജുന് യുദ്ധം ചെയ്യണോ യുദ്ധം ചെയ്യണ്ട ഏതാ ശരിയെന്ന് സംശയമായി. ആ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് നഷ്ടപ്പെടും. അപ്പം എന്താ ഒരു ഡിപ്രഷൻ, അതാണ് വിഷാദയോഗം എന്ന് പറയണേ. വിഷാദം വെച്ചാൽ എന്താ, ഡെസ്പോണ്ടൻസി അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ. വിഷാദം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നല്ലാതെ ചിലപ്പോൾ ഒരു കാരണമില്ലാത്ത ദുഃഖം കൂടിയായി. അപ്പോൾ ഇതിപ്പോൾ എന്താ ഒരു കാരണം വെച്ചാൽ കുറേ അറിവൊക്കെ ഉണ്ടല്ലേ, കുറേ പറഞ്ഞുവല്ലോ, പക്ഷേ പലതും അതിൽ ഇമാജിനേഷനുണ്ട് പിന്നെ അർജുനൻ്റെ. അതാണ് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാലും അത് നമുക്ക് വേണ്ട പോലെ നമ്മൾ മനസ്സിലാക്കാതെ വേണ്ട സ്ഥലത്ത് നമ്മളത് ഉപയോഗിക്കാതിരിക്കും. അപ്ലൈ ചെയ്യണത് വേണ്ട സ്ഥലത്ത് വേണമല്ലോ അറിവൊക്കെ. അതുകൊണ്ടാണ് എപ്പോഴും പറയണത്, നമ്മൾ എപ്പോഴും അതിൽ ഇമോഷനെ ഇട്ടാൽ നമുക്ക് പലപ്പോഴും വേണ്ട പോലെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഈ വിഷാദത്തിൽ നിന്ന് കരകയറാൻ എന്തേ ഒരു വഴിയുള്ളൂ, ഭഗവാനായിട്ട് ഉള്ള സമ്പർക്കം. ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിൽ ഭഗവാനായിട്ട് നമ്മളെ തന്നെ കണക്റ്റ് ചെയ്യണം. നമ്മളെ മനസ്സിനെ ഈ കാര്യങ്ങളിൽ നിന്ന് എന്താണ് നമ്മളെ തളർത്തണ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് വലിച്ച് ഭഗവാനിലേക്ക് അങ്ങോട്ട് തിരിക്കണം. നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഭാഗവതം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞുമല്ലോ, ഏത് വികാരവും ഭഗവാനിലേക്ക് തിരിച്ചാൽ നമുക്ക് ഭഗവാന്റെ നേർക്കാക്കിയാൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. എന്നാലേ ഇപ്പം കംസനാണ് ഭയം, ഭഗവാനെയാണ് ഭയം. എപ്പോഴും ഭഗവാനെ സ്മരിച്ചു, അപ്പോൾ മോക്ഷം കിട്ടി. ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ദേഷ്യം കൊണ്ട് എപ്പോഴും ഭഗവാനെ സ്മരിച്ചു, മോക്ഷം കിട്ടി. ഗോപികമാർ സ്നേഹം കൊണ്ട് എപ്പോഴും ഭഗവാനെ സ്മരിച്ചു, അവർക്കും കിട്ടി. അപ്പോൾ എന്ത് വികാരമാണെങ്കിലും ഭഗവാനിലേക്ക് തിരിച്ചു വിടണം എന്നാണ്
നമ്മളോട് പറയണതേ. അപ്പം ഈ സഫറിങ് ഉണ്ടാവില്ല. എന്ത് 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 വിചാരമാണ് നമ്മളെ തളർത്തണത്, അതിൽ നിന്ന് അത് നമ്മുടെ മനസ്സിനെ വലിച്ച് ഭഗവാനിലേക്ക് വിടുക. അപ്പം അതിനാണല്ലോ സത്സംഗമാണെങ്കിലും ഭാഗവതം, നാരായണീയോ, ഭഗവത്ഗീതയോ, ദൈവമഹാത്മ്യോ എന്ത് വായിക്കുകയാണെങ്കിലും നമ്മൾ ആ തളർത്തുന്ന ചിന്തയിൽ നിന്ന് നമ്മളെ സ്പിരിച്വൽ വേൾഡിലേക്ക് കൊണ്ടുവരികയാണ്, കണക്ഷൻ. അപ്പം നമ്മൾ അതിനൊരു വഴിയേ ഉള്ളൂ. ഈ ദുഃഖത്തിനെ നമ്മളെ അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എന്താ ചെയ്യുക, ആ സ്പിരിച്വൽ എനർജി നമുക്ക് കൊണ്ടുവരാൻ, ടു സ്റ്റേ കണക്റ്റഡ് വിത്ത് ഭഗവാൻ. അത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ ഒന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, നമ്മൾ വർത്തമാനം പറയുമ്പോൾ വെൻ വി സ്പീക്ക് ഗോഡ് ലിസൺസ്. അതാണത്രേ അതിനെയാണത്രേ പ്രാർത്ഥന എന്ന് പറയുക. നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഭഗവാൻ മിണ്ടാതെ ഇരിക്കും. ഇപ്പോൾ നോക്കൂ, അർജുനൻ ചെയ്തപ്പോൾ അതാണ് പ്രെയർ. പിന്നെയോ ഭഗവാൻ വർത്തമാനം പറയുമ്പോഴോ നമ്മൾ മിണ്ടാതെ ശ്രദ്ധിച്ചിരിക്കും. അതാണ് ഇത്രയും മെഡിറ്റേഷൻ. അപ്പോൾ അർജുനൻ ഭഗവാൻ പറയുമ്പം മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കും. നമ്മളും ഭഗവാന്റെ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോണത്. അപ്പോൾ അത് കേട്ടാൽ നമുക്കും മെഡിറ്റേഷനായി. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ 10ാമത്തെ തൊട്ട് മുഴുവൻ ഭഗവാൻ ഉവാചയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആക്ച്വലി ഇത് ശരിക്കും പറയാച്ചാൽ എന്താ പറയുക, ഈ അർജുനൻ്റെ വിഷാദം എന്താ അറിയോ, അജ്ഞാനാണ്. അർജുനൻ്റെ വിഷാദം ഇവിടെ എന്താ, ഇഗ്നറൻസ് അല്ലേ. അതുകൊണ്ടാണ് അവനവൻ്റെ സ്വധർമ്മം ചെയ്യാൻ പറ്റാത്ത, ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്യാൻ പറ്റാത്ത. എന്നിട്ടാണ് ഒന്നും വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി സന്യസിച്ചോളാം എന്നൊക്കെ പറയണ പോലെ പറയണതേ. അത് അവനവൻ്റെ ധർമ്മമല്ലല്ലോ. അപ്പോൾ ഒരു കാര്യമുള്ളൂ, നമ്മൾ പറയാണ്ടതൊക്കെ പറയാം നമുക്ക്. അപ്പം അതിനെ നമുക്ക് പ്രേയറായിട്ട് മാറ്റിയിട്ട് ഭഗവാനോട് എല്ലാ ദുഃഖങ്ങളും പറയാം. ഭഗവാനതൊക്കെ കേൾക്കും. അത് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോട് ഇങ്ങോട്ട് പറയണത് നമ്മൾ കേട്ട്, അതാണത്ര മെഡിറ്റേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത അധ്യായം തൊട്ട് ഇപ്പം നമ്മൾ അർജുനൻ്റെ കൂടെ എല്ലാ ദുഃഖങ്ങളും പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. നമുക്ക് എല്ലാ വിഷമങ്ങളും, നമ്മളെ തളർത്തുന്ന എല്ലാ വിഷമങ്ങളും നമ്മൾ പറഞ്ഞു എന്ന് സങ്കല്പിക്കാം. ഇനി നമുക്ക് ഭഗവാൻ നമ്മളോട് പറയണത് കേട്ട് മെഡിറ്റേറ്റ് ചെയ്ത് കേൾക്കാം. 2 മിനിറ്റ് കൂടുതലായിപ്പോയി. ഞാൻ ആ ചാപ്റ്റർ 1 അങ്ങോട്ട് തീർത്തലാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.